കുറച്ചു ദിവസങ്ങളായി ബാലയെക്കുറിച്ച് പല കാര്യങ്ങളാണ് എലിസബത്ത് ഉദയൻ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. പൂർണ്ണ പിന്തുണ പലരിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് തന്നെ എലിസബത്തിന് മുൻപിരുന്നത് പോലെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എലിസബത്തിന്റെ ഓരോ വീഡിയോയ്ക്കും വരുന്ന കമന്റുകളാണ് എലിസബത്തിന്റെ ശക്തി. ഇപ്പോഴത്തെ ബാലയെക്കുറിച്ച് വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിലൂടെ പറയുന്നതെല്ലാം താൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണെന്നും തനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ ഇത് തന്റെ അവസാന വാക്കുകളായി കണക്കാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് വീണ്ടും ബാലയിൽ നിന്നും നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. ഒരു ദിവസം ബാലയുടെ കാല് മസാജ് ചെയ്യാൻ ഒരാൾ വീട്ടിലേക്ക് വന്നു. ഇയാളുടെ മുൻപിൽ വെച്ച് തന്നോട് പല കാര്യങ്ങൾ മോശമായി വൃത്തികെട്ട രീതികളൊക്കെ ചെയ്യാൻ ബാല ആവശ്യപ്പെടുകയായിരുന്നു. അതോടെയാണ് താൻ ആദ്യമായി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇക്കാര്യം ഞാൻ ആദ്യം തന്നെ ഇയാളുടെ അമ്മയോട് പറയുകയും ചെയ്തു. ഈ ദേഷ്യത്തിൽ ബാല എന്റെ മുഖത്തേക്ക് ഫോൺ വരെ വലിച്ചെറിയുകയായിരുന്നു. എലിസബത്ത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നത് കസ്തൂരി എന്ന വ്യക്തിയുടെ കമന്റിന്റെ മറുപടിയായിട്ടൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പോൾ എലിസബത്ത് നേരിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുവരുന്നു. എന്നാൽ ഇതിനൊക്കെ മൗനം പാലിച്ച ബാലയും ഇപ്പോൾ മറുപടിയുമായി എത്തി. തനിക്ക് തൽക്കാലം കോടതിയിൽ നിന്നും വിലക്കുള്ളത് കൊണ്ടാണ് ഞാൻ മൗനം പാലിക്കുന്നത്. ഇതിനെയും പലരും ഇപ്പോൾ ചൂഷണം ചെയ്യുകയാണ്. തനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കെതിരെ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ഒരാളല്ല, ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തലവിയായിട്ട് ഒരാളും. എല്ലാം ഞാൻ കൂടിയ താമസിച്ച് തന്നെ വെളിപ്പെടുത്തും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണെന്നും ഇതിനെതിരെ ഞാൻ ശക്തമായ തെളിവുകൾ നേരത്തെ തന്നെ എന്റെ സത്യസന്ധത തെളിയിക്കും എന്നുള്ള രീതിയിലാണ് നടൻ ബാല പറയുന്നത്. എന്നാൽ എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം തന്നെ തുലച്ച ബാലയ്ക്കെതിരെ ഒരുപാട് പേരാണ് ഇപ്പോഴും വിമർശനവുമായി രംഗത്ത് വരുന്നത്. നിങ്ങൾക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.